നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ്സ് ആണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാൻ വേണ്ടി ശ്രമിക്കും. കിങ് ഓഫ് കപ്സ് ആട്ടോ. ടെമ്പറൻസ് ആണ് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ബാലൻസിലോട്ട് കൊണ്ടുവരേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ള കാണിക്കുന്നത്. നിങ്ങൾ ഇമോഷണലി കൺട്രോൾഡ് അല്ല, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ കൺട്രോളിലല്ല. നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ കൺട്രോളിലാണ്. അതായത് അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രം സന്തോഷിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ വിഷമത്തിലാണ്. അതല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണോ നിങ്ങളോട് ഇടപഴകുന്നത്, അതായത് അവരിപ്പോൾ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ലെസ് കോണ്ടാക്റ്റ് ആകുമ്പോൾ നിങ്ങൾ വിഷമത്തിലാണ്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷൻസിനനുസരിച്ചാണ് നിങ്ങളുടെ ഇമോഷൻസ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ നിങ്ങളുടെ കൺട്രോളിലാവണം, അല്ലാതെ മറ്റൊരാളുടെ കൺട്രോളിൽ അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട സമയത്ത് നിങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം. ആ സമയത്ത് നിങ്ങൾ ഈ ഒരു പേഴ്സൺ എന്നെ വിളിച്ചില്ല, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഇമോഷൻസും, അതായത് നിങ്ങളുടെ സന്തോഷം, സങ്കടം എല്ലാം മറ്റൊരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ദുഃഖിക്കേണ്ടി വരും. ഓക്കെ, അതിപ്പോൾ എത്ര നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ആ ഒരു പേഴ്സൻ്റെ ഇമോഷൻസിനനുസരിച്ചാണ് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സങ്കടപ്പെടാനും വിഷമിക്കാനും മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. കാരണം അവരിപ്പോൾ ചില സമയത്ത് അവർ മനുഷ്യന്മാരല്ലേ, അവർക്ക് ചില സമയത്ത് അവർ ദേഷ്യപ്പെടുമോ അല്ലെങ്കിൽ അവർ വിഷമിക്കുമോ അല്ലെങ്കിൽ അവരുടേതായ എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ അവർക്ക് ഉണ്ടാകുമ്പോൾ ആ സമയത്ത് നിങ്ങളോട് ചിലപ്പോൾ ഇടപെടുന്ന സമയം കുറവായിരിക്കും. അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട് പോയെന്ന് വരാം. അപ്പോഴൊക്കെ നിങ്ങളിങ്ങനെ തകരാൻ നിന്നാൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് തകരാനും വിഷമിക്കാനും സങ്കടപ്പെടാനും മാത്രമേ നിങ്ങൾക്ക് സമയം ഉണ്ടാവുള്ളൂ. ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനേ സമയം കിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ കൺട്രോളിലാവണം. അത് അതിൻ്റെയൊക്കെ കൺട്രോൾ മറ്റൊരു പേഴ്സണിൽ കൊടുത്താൽ നിങ്ങളുടെ ലൈഫ് സ്പോയിലാവുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രോത്തിലോട്ട് വരാനോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും രീതിയിലൊരു സക്സസ്സിലോട്ട് വരാനോ ഒന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് നിങ്ങൾക്ക് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ്. അത് തന്നെയാണ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ കൺട്രോൾ വേണം എന്നുള്ളത്. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇത്. അതായത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിൽ കുറച്ച് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുവാണ്. അതുകൊണ്ടാണ് അവരിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയിട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് സമയം എടുക്കുന്നത് എന്നുള്ളതാണ്. ഈ കുതിര ഇവിടെ നിന്ന് അനങ്ങുന്നൊന്നുമില്ല, ഈ കുതിര ഇവിടെ സ്റ്റെക്കായി നിൽക്കുവാണ്. അപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ച് വരാതെ മാറി നിൽക്കുന്നത് അവരുടെ ഇത് കണ്ടോ, ഈ പേഴ്സൺ ഈ ഒരു പെൻറ്റിക്കിൾസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവരവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ കരിയറുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആണ്. അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് ഇപ്പോൾ വരാത്തത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇപ്പോൾ മനസ്സിലാക്കണം. അതായത് അവരവരുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അവരുടെ ഇമോഷൻസ് ഒക്കെ അവരുടെ കൺട്രോളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യാനും അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും അവരുടെ കരിയർ ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യാനും ഒക്കെ അവർക്ക് പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോളിലല്ല, ഈ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഇമോഷനാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കരിയർ വൈസ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് ഫെയിലിയർ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിലൊന്നും ശ്രദ്ധ ഇല്ലാതെയാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇവിടെ ഒരു കർമ്മ ക്ലിയറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഇവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയ സമയത്ത് നിങ്ങൾക്ക്, അതായത് ഇങ്ങനെയൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വരുന്നു അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് വരുന്നതൊക്കെ നിങ്ങളുടെ കർമ്മ ക്ലിയറൻസ് നടക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. പേജ് ഓഫ് സോഴ്സ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ, പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്ത് മാറി നിൽക്കുന്നതായിട്ടാണ്. അതായത് അവരുടെ ഒരു പെട്ടെന്ന് അവർക്ക് അവരുടെ ലൈഫിലൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർ നിങ്ങളിൽ നിന്നും മാറി നിന്നു എന്ന് മാത്രമേ ഉള്ളൂ.
അവർ അതായത് ഞാൻ പറഞ്ഞല്ലോ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ കരിയർ ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതിലോട്ടാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരിപ്പോൾ മാറി നിൽക്കുന്നേ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരുപാട് ദൂരെയുള്ള ആളുകളായിരിക്കാം, കാണാനോ അല്ലെങ്കിൽ നേരിട്ട് കാണാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ അവർ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു മിസ്സിങ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് വരാൻ വേണ്ടി പോകുന്നു. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒരു മിസ്സിങ് ഫീലിംഗിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആവാൻ അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയാണ്. ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് കൂടുതൽ അല്ലെങ്കിൽ കൂടാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്ട്രെങ്ത്തിലോട്ട് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. 7 ഓഫ് വാൺസ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് പോയതായിട്ടാണ്. മാനസികമായിട്ടൊരു അകൽച്ച വെച്ച് അവർ നിന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു അകൽച്ച അവർക്ക് തുടർന്നു പോകാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഈ ഒരു കാർഡ് കാണിക്കുന്നത്. 2 ഓഫ് വാൺസ് കാണിക്കുന്നത് അവർക്ക് ഈ ഒരു അകൽച്ച വെച്ച് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരുപാട് കാലം മാറി നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് ഇപ്പം നിങ്ങളെ മിസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ഒരു സ്ട്രെങ്തൻ ആവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. സൺ കാർഡാണ്. അപ്പോൾ ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഈ ഒരു സ്ട്രെങ്ത് കാർഡ് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രെങ്തൻ ആവുകയും ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരികയും ചെയ്യും എന്നാണ് കാണിക്കുന്നത്. അവരിപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു മിസ്സിങ് എനർജിയിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഈ റിലേഷൻഷിപ്പ് ഒന്നുകൂടി സ്ട്രെങ്തൻ ആവും എന്നുള്ളതാണ്. അതായത് കുറച്ചു കാലം മാറി നിന്നതിന് ശേഷം വീണ്ടും ഒരുമിക്കുമ്പോൾ അതിന് കുറച്ചും കൂടി തീവ്രത കൂടും. അതായത് ആ റിലേഷൻഷിപ്പ് ഒന്നും കൂടി സ്ട്രെങ്തൻ ആവും, കൂടുതൽ സ്ട്രെങ്തൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നാണ് കാണിക്കുന്നത്. അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവർ മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അവർക്കിപ്പോൾ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടൊരു സിറ്റുവേഷനാണ്. മാനസികമായിട്ടൊരു വിഷമമുണ്ട്. ഈ ഒരു മിസ്സിങ് എനർജി കാരണം അവർക്ക് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു പോസിറ്റീവായിട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സൺ കാർഡ്, ഒരു എസ് കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, മെസ്സേജ് കാർഡ് നോക്കട്ടെ. നീഡ് യു എന്നാണ് ഈ ഒരു മിസ്സിങ് എനർജിയുടെ ആ ഒരു പവറാണ്. അവർ ഇപ്പോൾ നിങ്ങളെ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്ന് അവർ അത്രയും ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രസൻസ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ അത്രയും ആഗ്രഹിച്ച് ഒരു മിസ്സിങ് ഫീലിങ്ങിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സ്പാർക്ക് എന്നാണ് പറയുന്നത്. നിങ്ങളോട് തോന്നിയതുപോലുള്ളൊരു ഇതൊരു സോൾമേറ്റ് കണക്ഷൻ്റെ ഒരു കാർഡ് കൂടിയാണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ആണ് കാണിക്കുന്നത്. കാരണം അതുപോലെ നിങ്ങളോട് തോന്നിയ പോലെ ഒരുപാട് കാലങ്ങളായിട്ട് അറിയുന്ന പോലെയുള്ള ഒരു സ്പാർക്ക് മറ്റൊരാളോടും ഈ ഒരു പേഴ്സൺ തോന്നിയിട്ടില്ല. കാരണം നിങ്ങളെ പെട്ടെന്ന് ഒരു ദിവസം കണ്ട് അല്ലെങ്കിൽ പരിചയപ്പെട്ടതാണെങ്കിൽ പോലും ഇവർക്ക് ഒരുപാട് നാളുകളായിട്ട് അറിയുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്പാർക്ക് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളോട് അത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയമാണ് ഈ ഒരു പേഴ്സണുള്ളത് എന്നുള്ളത് കാണിക്കുന്നത്. ഐ ലവ് യു എന്നാണ്. ഇതിലും വേറെ എന്തെങ്കിലും വേണോ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേറെ എന്തെങ്കിലും ഒരു മെസ്സേജ് വേണോ? ഈ ഒരു മെസ്സേജിന് ധാരാളമാണ്. അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അത്രയും സ്നേഹമാണ് നിങ്ങളോട്. അതുകൊണ്ടാണ് അവർക്കിപ്പോൾ ഈ ഒരു സ്പാർക്കും ഈ ഒരു മിസ്സിങ് ഫീലും അവർക്ക് വരുന്നത്. നീഡ് യു എന്നുള്ളൊരു സിറ്റുവേഷനിലൂടെ അവർ എത്തിയിട്ടുണ്ട്. കാരണം അവർ അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് നിങ്ങളെ ഇപ്പോൾ വേണം. കോഴി കറിയാണേ. അപ്പോൾ അവർക്കിപ്പോൾ നിങ്ങളെ വേണം. അതുകൊണ്ട് ഐ ലവ് യു എന്നാണ് അവർ പറയുന്നത്. നിങ്ങളെ മിസ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്.
നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അവർ ശരിക്കും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ തീവ്രത ഇവർ ഇപ്പോൾ റിയലൈസ് ചെയ്ത ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു മിസ്സിങ് എനർജിയിൽ നിൽക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ വന്നിട്ട് അവർ നിങ്ങളോട് പറയുന്നത് ഐ ലവ് യു എന്നാണ്. ഓക്കെ, നോക്കട്ടെ. അഫ്രൈഡ് എന്ന് പറയുന്നുണ്ട്. കാരണം അവർ നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ആണുള്ളത്. എങ്കിലും നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളോട് ഉള്ള ആ ഒരു സ്നേഹത്തിൻ്റെ തീവ്രത അത്രയും ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയിട്ടുള്ളത് അതൊരു വിധിയാണ്. അല്ലാതെ ആ ഒരു വിധി എന്ന് പറയുന്നത് നിങ്ങളെ തമ്മിൽ കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വിധി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടുള്ളത്. അത് ഈ ഒരു വിധി നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രെങ്തൻ ആക്കുകയും നിങ്ങളോടുള്ള ഇവരുടെ ഒരു ബോണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു അടുപ്പം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തി, അവരുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തിൻ്റെ ഒരു തീവ്രത അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തീവ്രത അളക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വിധി വന്നിട്ടുള്ളത്. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബോണ്ടിങ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രത ഒക്കെ നിങ്ങൾക്ക് റിയലൈസേഷൻ വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എപ്പോഴും ഒന്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഈ ഒരു സ്നേഹത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതിന് ദൈവമായിട്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തരുന്നൊരു ചെറിയ ചെറിയ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തരുന്ന ചെറിയ ചെറിയ ഇടവേളകളാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. മെസ്സേജസ് ഓഫ് ലവ് എന്നാണ്. നിങ്ങൾ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അവർ നിങ്ങൾക്ക് ഐ ലവ് യു എന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ്, ഐ മിസ് യു എന്നായിരിക്കും കൂടുതൽ. കാരണം ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണുള്ളത്. അവർ സ്നേഹം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പോകുന്നു. അവർ മെസ്സേജ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ അവർക്ക് പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് അവരുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി നോക്കാം. അബാൻഡൻസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലോട്ട് സമൃദ്ധി വരുന്നു എന്നുള്ളതാണ്. സമൃദ്ധി, നമ്മളുടെ സ്നേഹത്തിലുള്ള സമൃദ്ധി എന്ന് പറയുമ്പോൾ എന്താ, റിലേഷൻഷിപ്പ് വരുന്നു എന്നുള്ളത്. അതായത് നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുന്നു. സ്നേഹത്തിൻ്റെ സമൃദ്ധി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നു എന്നുള്ളതാണ് കേട്ടോ. എന്ന് കരുതി ഒരുപാട് സ്നേഹം വരും എന്നുള്ളതല്ല. നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. അതല്ലാതെ ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് വരുന്നു എന്ന് വിചാരിക്കേണ്ട. ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് എന്നാണ്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. അതായത് അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. പീസ്ഫുൾ റെസൊല്യൂഷൻസ് എന്നാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇപ്പോൾ ഒരു മനസമാധാനം ഇല്ലാതെയാണ് ഇരുന്നിട്ടുണ്ടാവുക. പക്ഷേ ഇവർ തിരിച്ചു വരുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫിലൊരു സമാധാനം, സന്തോഷം എല്ലാം വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്ന ടൈം ആയിട്ടുണ്ട്. ഇതാണ് പെർഫെക്റ്റ് ടൈമിംഗ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള മെസ്സേജ് തന്നെയാണ് ഇത് ഏഞ്ചൽസ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. അവരിപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നു. ഈ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രെങ്തൻ ആവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ എനർജിയിൽ നിൽക്കുക. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാതെ, വിഷമിക്കാതെ കേട്ടോ. ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിഷമത്തോടു കൂടി ചിന്തിക്കാതെ നിങ്ങൾ അവരെ കുറിച്ചിട്ടുള്ള സന്തോഷത്തോടു കൂടി ഫ്യൂച്ചർ, അതായത് നിങ്ങൾ തമ്മിൽ ഫ്യൂച്ചറിൽ മുന്നോട്ട് എന്തുണ്ടാവും, അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. അവരും നിങ്ങളും തമ്മിൽ ഒരു സന്തോഷത്തോടു കൂടി ഒരു ഫ്യൂച്ചർ ഉണ്ടാവുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ആ ഒരു സമയത്തുള്ള സന്തോഷം, ആ സമയത്ത് നിങ്ങൾ എത്രമാത്രം സന്തോഷത്തോടു കൂടിയായിരിക്കും, ആ ഒരു സന്തോഷം നിങ്ങൾ ഇപ്പോഴേ ഫീൽ ചെയ്യണം. എങ്കിലേ ഇത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവും. അല്ല നിങ്ങൾ പെയിൻഫുൾ ആയിട്ട് ഈ പേഴ്സൺ എൻ്റെ അടുത്തില്ല എന്നുള്ള ആ ഒരു പെയിൻ വെച്ച് നിങ്ങൾ അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ അവർ തിരിച്ചു വരില്ല. ആ ഒരു പെയിനാണ് നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന മെസ്സേജ്. ആ പെയിൻ തന്നെയാണ് നിങ്ങൾക്ക് പിന്നെ ലൈഫ് ലോങ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം.
1998 തൃക്കേട്ട, പൂരം, പുണർദം, അനീഴം, ലെറ്റർ ടി, വിശാഖം, രേവതി, ഡിസംബർ 1997 ലെറ്റർ എഫ്, ആയില്യം, ലെറ്റർ ജെ, ലെറ്റർ എൻ, ലെറ്റർ എ, ലെറ്റർ ബി, ചതയം 1996 2000 ഉത്രട്ടാതി, പൂരുട്ടാതി, ഉത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.